അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിറ്റററി ട്രാൻസ്ലേഷൻ ഡ്യൂറിങ് അബ്ബാസിദ് പീരീഡ്, അബ്ബാസിയ കാലഘട്ടത്തിലെ ട്രാൻസ്ലേഷൻ തർജ്ജമയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പ്രധാനമായിട്ട് ഖലീലാവുദ്ദീനയുടെ ട്രാൻസ്ലേഷനാണ് നമ്മൾ ഡിസ്കസ് എടുക്കുന്നത് ഉദാഹരണമായിട്ട്. ഏതായാലും തർജ്ജമ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ഒരു കാര്യത്തെ നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ ട്രാൻസ്ലേഷൻ. ആദ്യമൊക്കെ അത് എന്തായിരുന്നു, അതൊരു വെറും സൂചനകൾ അമ്രുബിൽ ഇഷാറ ഹിൻഡ് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു. പിന്നെയാണ് അത് ഒരു പ്രത്യേക കലയായിട്ട് പിന്നെയാണ് മാറുന്നത്. പിന്നീടാണ് അത് കൂടുതൽ പ്രചാരം നേടുന്നത്. പിന്നീട് ട്രാൻസ്ലേറ്റർമാർ അതിന് പ്രത്യേക നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രത്യേക ഒരു ഫോർമുലകൾ അതിനുവേണ്ടി കണ്ടെത്തുകയും അത് കൂടുതലായിട്ട് സ്ഥാപിക്കുകയും ചെയ്തു. കാലം കഴിയും തോറും അത് കൂടുതലായിട്ട് പുരോഗതി പ്രാപിച്ചു വന്നു. നമ്മൾ മുൻജിദ് ഫിൽ ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാകും. തർജ്ജമ എന്ന് പറഞ്ഞാൽ ഫസ്സറഹു ബിലിസാനിൻ ആഖർ, മറ്റൊരു ഭാഷയിൽ ആ കാര്യം പറയാന്നുള്ളതാണ്. അതിൻ്റെ യാദത്തു കിതാബത്തി മൗളൂഇൻ മുഅയ്യനിൻ ബിലുഗത്തിൻ ഗൈറിൽ ലുഗത്തില്ലത്തി കതബഹ അസ്ലൻ, അതിൻ്റെ ഒറിജിൻ ലാംഗ്വേജിൽ നിന്ന് വിട്ടിട്ട് മറ്റൊരു ലാംഗ്വേജിൽ അതിനെ വീണ്ടും ഒരാവർത്തി പറയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായൊരു ഡെഫിനിഷൻ. പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഏകദേശം ആകത്തുക ഒന്നാണ്. ബിൽ ജുംല അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഒരു മാറ്റർ അങ്ങനെയാണ്. അപ്പോൾ പറയുമ്പോൾ ഒറിജിനലിനെ ഒന്നും കൂട്ടാതെയും ഒന്നും കുറക്കാത്ത രൂപത്തിൽ അതിൻ്റേതായ രൂപത്തിൽ മറ്റൊരു ഭാഷയിൽ പറയണം, അപ്പോഴേ ട്രാൻസ്ലേഷൻ എന്താവുള്ളൂ, കൃത്യമാകുകയുള്ളൂ എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഇനങ്ങൾ അൻവാൾ തർജുമ ഷഫഹിയ, ഓറൽ ട്രാൻസ്ലേഷൻ, വോക്കൽ, കിതാബിയ, മൻദൂറ, തത്ബിഇയ്യ, ഫൗരിയ, മുതഖസ്സിസ, തിബ്ബിയ, ഖാനൂനിയ, ഇൽമിയ, തഖനിയ പോലുള്ള ഒരുപാട് രീതികൾ അതിനുണ്ടായിട്ടുണ്ട്. അസ്റുൽ അബ്ബാസി കാലഘട്ടത്തിലെ തർജുമ സാഹിത്യ കൃതികളുടെ രചനകളുടെ വിവർത്തനങ്ങൾ, ആ ഒരു വിവർത്തന കലയെപ്പറ്റി പറയുകയാണെങ്കിൽ അദബ് അറബി തർജുമത്തുൽ ഉലൂം വൽ ഫനൂൻ വൽ ഹിക്ം ഫൽസഫ നുസൂസ് അദബി ഇതൊക്കെ അമവി കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അബ്ബാസി കാലഘട്ടത്തിൽ ഒന്നാം അബ്ബാസി കാലഘട്ടം, രണ്ടാം അബ്ബാസി കാലഘട്ടത്തിലൊക്കെ കൂടുതലായിട്ടത് പുരോഗതി പ്രാപിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനം നടന്നു. പ്രത്യേകിച്ചും ഹാറൂൺ റഷീദിൻ്റെയും മഅ്മൂൻ്റെയൊക്കെ കാലത്ത് അവർ ബൈത്തുൽ ഹിക്മയൊക്കെ അതിനു വേണ്ടിയായിട്ടുള്ള ബൈത്തുൽ ഹിക്മകൾ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിലൊരുപാട് പുരോഗതികൾ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറഞ്ഞു വെക്കാം. കൂടുതലായിട്ട് യുനാനി, പേർഷ്യൻ, ഇന്ത്യൻ റോമൻ ലാംഗ്വേജുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ട്രാൻസ്ലേഷനുകൾ നടന്നത്. ചരിത്രം നോക്കുകയാണെങ്കിൽ ജൻദേസ്ബോർ, ബൈത്തുൽ ഹിക്മ എന്ന രണ്ട് സെൻറ്ററുകളായിരുന്നു ട്രാൻസ്ലേഷന് വേണ്ടി ഉണ്ടായിരുന്നത്. ജുവൽ യൂസുഫ് അസീസ് എന്നുള്ള ഡോക്ടർ, അദ്ദേഹം പറയുന്നുണ്ട് അബ്ബാസി കാലഘട്ടത്തിലാണ്, അമവി കാലഘട്ടത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അബ്ബാസി കാലഘട്ടത്തിലാണ് ട്രാൻസ്ലേഷൻ വിവർത്തന കല കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നത്. പേർഷ്യൻ, സംസ്കൃത, സുറിയാനി, ആഫ്രിക്ക, മറ്റേ ഇന്ത്യൻ ലാംഗ്വേജുകളിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ഇത് വ്യാപനം നടന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ബഗ്ദാദ് സ്ഥാപിച്ചതിൻ്റെ 70 വർഷം കഴിയുന്നതിനുള്ളിലായിട്ട് ഒരുപാട് ബഗ്ദാദൊക്കെ ട്രാൻസ്ലേഷൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. യുനാനിൽ നിന്നും ഡയറക്റ്റോ അല്ലെങ്കിൽ സുറിയാനിൽ നിന്ന്, പേർഷ്യയിൽ നിന്നൊക്കെ ഒരുപാട് ഇൽമുകൾ അവരെന്താക്കി ട്രാൻസ്ലേറ്റ് വിവർത്തനം ചെയ്തെടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് മൊത്തത്തിലെന്ന് പറയുകയാണെങ്കിൽ ഇൽമ്, ഫൽസഫ, നുജൂം, തിബ്ബ്, റിയാദിയാത്ത്, അദബിയാത്ത് ഇതൊക്കെ അവർ ഒന്നും കിട്ടിയതൊന്നും ഒരു ഒഴിവാക്കാത്ത രൂപത്തിൽ കൂടുതലെല്ലാം ലഭിക്കണമെന്ന രൂപത്തിൽ അവർ തന്നെയാക്കി കൂടുതലായിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഫിലോസഫി, മെഡിസിൻ, എൻജിനീയറിങ്, മ്യൂസിക്, മന്തിക്, ലോജിക് അതുപോലെ ശാസ്ത്രത്തിലൊക്കെ അവർ എന്താക്കിയിരുന്നത്, അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് യുനാനി ഭാഷയായിരുന്നു, യുനാനി ലാംഗ്വേജിലുള്ള ലിറ്റററി വർക്കുകളായിരുന്നു. നുജൂമ്, സൈറ, ലിറ്ററേച്ചർ, അതുപോലെ ഹിക്കം, ഹിസ്റ്ററി, മ്യൂസിക് ഇതിലൊക്കെ പേർഷ്യൻ ഭാഷയായിരുന്നു. ഇന്ത്യൻ മെഡിസിൻ, പിന്നെ ഹിസാബ്, മാത്തമാറ്റിക്സ്, നുജൂം, മ്യൂസിക്, ഹിന്ദൂസ്, ഈ ഐതിഹ്യ കഥകൾ, അതുപോലെ ഫല്ലാഹ, സിറാഅ, തൻജീം, സിഹർ, തലാസിമുകൾ ഇതൊക്കെ അവർ അംബാത്ത്, ഗിൽദാൻ അതിന് ഡിപ്പെൻഡ് ചെയ്തു. കെമിസ്ട്രിയിലൊക്കെ അവർ മിസ്രീയങ്ങൾ ഡിപ്പെൻഡ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. കെമിസ്ട്രി, സർജറി പോലുള്ള അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് അവർ പ്രോത്സാഹിക്കപ്പെട്ടിരുന്നു. മുത്തവക്കിലൊക്കെ ഖുലഫാക്കളിൽ നിന്ന് ഒരുപാട് പേര്, പ്രത്യേകിച്ചും മുത്തവക്കിലൊക്കെ
ഒരുപാട് സമ്പത്ത്, ഒരു സോഴ്സ് തന്നെ അതിനു വേണ്ടി ചിലവാക്കിയിരുന്നു, മാറ്റിവെച്ചിരുന്നു. മുത്തവക്കിൽ ഹനൈൻ ബിൻ ഇസ്ഹാഖ് എന്നുള്ള ട്രാൻസ്ലേറ്ററിന് വേണ്ടിയിട്ട് ഒരുപാട് ആവശ്യമായ എല്ലാം, ജീവിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ, വിരിപ്പ്, ടൂൾസ്, പുസ്തകങ്ങൾ, അതുപോലെ എല്ലാ ആഡംബര സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. എന്ന് മാത്രമല്ല ഒരു മാസ വേതനമായിട്ട്, മന്ത്ലി ഒരു സാലറി ആയിട്ട് 15,000 ദിർഹം, 15,000 ദിർഹം, 15,000 ദിർഹം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും ഇവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറയാം. അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പ്രധാന കൃതികളാണ് കലീലാവദിംന, സിന്ധുവ ഹിന്ദുവൽ ഹിന്ദ്, അരിസ്താത്വലീസ്, മജസ്തി, ബദലാമുസിൻ്റെ മജസ്തി എന്നുള്ള കിതാബ്, അതുപോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ. പ്രധാനപ്പെട്ട ഗ്രന്ഥകാരന്മാർ, ട്രാൻസ്ലേറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇബിൻ ഇസ്ഹാഖ്, നബഹ് മജൂസി, അബു യഹ്യ, അബ്ദുല്ലാഹ് ബിൻ മുഖഫ, ജോർജിസ് ബിൻ ജിബ്രയിൽ, ഫളൽ ബിൻ അബ്ഖത്ത്, ഫളൽ ബിൻ അൽസഹം, മുഹമ്മദ് ബിൻ ജഹം, മൂസ ബിൻ ഐസ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. കലീലാവദിനെ പറ്റി ഇവന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ ഫിലോസഫറായ ബൈദുബ സംസ്കൃത് ഭാഷയിൽ രചിച്ച ഒരു കഥാ സമാഹാരമാണ്. അതൊരുപാട് ലാംഗ്വേജുകളിലേക്ക്, പ്രത്യേകിച്ച് അറബി, പേർഷ്യൻ ലാംഗ്വേജിലേക്കൊക്കെ അത് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ബൈദുബ എന്ന് പറഞ്ഞാൽ വലിയൊരു ചിന്തയിലേക്ക് അറിയപ്പെട്ട ഒരാളാണ്, വലിയ ഇൽമിലുമൊക്കെ അറിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇതിനെ രചിക്കുകയും അതിലൂടെ തത്വചിന്തയെ വ്യാപിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശങ്ങൾ കൈമാറുന്ന, ആ സന്ദേശങ്ങളെ മനുഷ്യരൂപത്തിൽ പറയുന്നതിന് പകരം ജീവജാലങ്ങളുടെ രൂപത്തിൽ അവർ പറയുന്നതായിട്ട് ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതിപാദിക്കുന്ന, അതിനങ്ങനെ ആ ഒരു രീതിയിൽ വിവരിക്കുന്ന ഒരു കൃതിയാണ്, ഒരു കഥകളാണ് ഇതിലുള്ളത്. അതാണ് ഇദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ മുഖഫ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇത് ജനങ്ങൾക്ക് ആവശ്യമായ, അവരുടെ ജീവിതത്തിലെ ഇടപാടുകളിൽ, സോഷ്യൽ ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് വാല്യൂകളും, അല്ലെങ്കിൽ ഒരുപാട് സ്വഭാവ ഗുണങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ എന്ത് പറയുക, അവസാനം മോശമാകുന്ന, മോശപ്പെട്ട ആളുകളുടെ ചിത്ത സ്വഭാവങ്ങൾ, നമ്മാം, അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞെടുക്കുന്ന ആളുകൾ, കൂട്ടുകാരെ പെടുത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ധൃതിയുടെ ഒരു ആപത്ത്, ധൃതി കാട്ടുന്നതിൻ്റെ ആപത്ത്, അങ്ങനെ തുടങ്ങിയ ഒരു സാവകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നന്മയും ഒക്കെ പറയുന്ന ഒരു സന്ദേശമാണ് ഒരു കൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ. അത് കിസ്രയുടെ കാലത്ത് ഫഹ്ലോയ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ഒരുപാട് ആളുകൾ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ അത് മനസ്സിലാക്കി. അതിൽ മഹാഭാരതത്തിലെ ചില ഒറിജിനുകൾ അതിൽ കാണാൻ പറ്റിയെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടു. ഏതായാലും അബ്ബാസി കാലഘട്ടത്തിലാണ് സാഹിത്യകാരനായ അബ്ദുല്ലാഹ് ബിൻ മുഖഫയുടെ കയ്യിലേക്ക് ഈ കൃതി എത്തുകയും അദ്ദേഹം അതിനെ 5 ചാപ്റ്ററുകളിലായിട്ട് കലീലാവദിംന എന്ന പേരിൽ അദ്ദേഹം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കുകയും ചെയ്തു. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ വലിയ കഴിവും അവഗാഹവുമുള്ള ആളായിരുന്നു. ദിംനയുടെ കഥ പറയുന്ന രീതിയിലായിട്ട് രീതിയിൽ അദ്ദേഹത്തിന് പേരിട്ടു. ഇതിലൊരുപാട് ഹിക്മത്തുകളുണ്ട്, അംസാലുകളുണ്ട്, ഫിലോസഫിക് ചിന്തകളുണ്ട്, ഹിസ്റ്റോറിക് ഭാഗങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്. കലീലാവദിംന ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയതാണ്. അതിലൊരുപാട് വ്യക്തതയും മുളൂഹ്, അതുപോലെ വ്യത്യസ്തങ്ങളായ വ്യത്യസ്ത വിവരണ ശൈലികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നമത്തുൽ ഖുദാമയും എന്നാൽ ഒരേ രീതി സ്വീകരിക്കാത്ത ഒരു പ്രത്യേകതയും ഈ കലീലാവദിംനക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്ന സമയത്ത് ഫഖൂരി എന്നുള്ള ആൾ പറയുന്നുണ്ട്, കലീലാവദിംനക്ക് ഈ ചിന്തയുടെ ലോകത്ത് ശ്രീയുടെ സാഹിത്യത്തിൽ വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട്. കാരണം അത് വലിയ ഒരു മാനവിക മൂല്യത്തിൻ്റെ, അല്ലെങ്കിൽ മാനവിക തത്വചിന്തയുടെ ഒരു സമാഹാരമാണ്, ഒരു ഖജനാവാണ് അതെന്ന് പറയുന്നുണ്ട്. അതിലൊരുപാട് സോഷ്യൽ, എത്തിക്കൽ, ഒരുപാട് ഫിലോസഫി അടങ്ങിയതാണ്, ഒരുപാട് റൂൾസ് അടങ്ങിയതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇബ്നു മുഖഫയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഈ കലീലാവദിംനയുടെ രചയിതാവാണ്, വലിയ കൃതികളുടെ രചയിതാവാണ്. റോസ്ബ ബിൻ ദാസ്വേ എന്നാണ് അദ്ദേഹം. അതായത് ഒരു പേർഷ്യൻ ഒറിജിനാണ്. അദ്ദേഹത്തിൻ്റെ പേരും അങ്ങനെയാണ്, റോസ്ബ ബിൻ ദാസ്വേ. അദ്ദേഹം ജനിക്കുന്നത് വലിയൊരു ഐശ്വര്യമുള്ള കുടുംബത്തിലാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട്, നല്ലൊരു റിച്ച് ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വലിയ പണ്ഡിതന്മാർക്കിടയിൽ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ബാപ്പ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ ടാക്സ് കളക്ടറായിരുന്നു. അദ്ദേഹം ഒരുപാട് പേർഷ്യൻ ഭാഷയിലും ഇന്ത്യ ഭാഷയിലും
യുനാനി ഭാഷയിലൊക്കെ വലിയ അവഗാഹമുള്ള ആളായിരുന്നു. അദ്ദേഹം പേർഷ്യയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കൃതികളാണ് മുലൂക്കുൽ ഫറസ്, താജ്, അതൊക്കെ, പിന്നെ ഇന്നാമ, ഹവൽ ഫറസ്. അതുപോലെ യുനാനി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത കിതാബുകളാണ് മൂന്ന് രചനകൾ. ഫിൽ മന്തിഖ്, ഫിലോസഫിൽ യുനാനി, അരിസ്റ്റോട്ടലിൻ്റെ 3 രചനകളാണ്. മക്കൂലാത്ത്, ഖിയാസ്, ജദൽ. പിന്നെ ഹിന്ദിയൻ ഭാഷയിൽ നിന്ന് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്താണ് കലീലാവതിമിന. മറ്റൊരുപാട് ഇബ്ദാഅത്തുകൾ, രചനകൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ അല്ലാതെ തന്നെ 4 റസായിലുകളുണ്ട് മറ്റ് വ്യത്യസ്ത വിഷയങ്ങളിലായിട്ടുള്ള. അദബുൽ കബീർ, അദബുൽ സഗീർ, റിസാലത്തു സഹാബ, ദുർറത്തുൽ യതീമ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അറബി ഭാഷയിലേക്ക് അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ നിന്നും ഏറ്റവും നന്നായി അറിയുന്ന, അത് എത്തിക്സുമായിട്ട് താരീഖുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം കൂടുതലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അദ്ദേഹം യുവാവാണ് സമയത്ത് തന്നെ ബസ്റയിലേക്ക് പോയി അറബികളുമായിട്ട് കൂടി. അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി, അബ്ദുൽ മഖഫിനെ പറ്റി ആളുകൾ പറയാൻ, അദ്ദേഹം നല്ലൊരു പേർഷ്യനാണ്, അടിപൊളി അറബിയുമാണ് അദ്ദേഹം. അഖലിയായ വിഷയത്തിൽ പേർഷ്യൻ അക്കലും അറബിൻ അക്കലും, പേർഷ്യൻ ഭാഷയും അറേബ്യൻ ലാംഗ്വേജും പേർഷ്യൻ സംസ്കാരവും അറേബ്യൻ സംസ്കാരവും എല്ലാം ഒത്തിണങ്ങിയ ഒരു മനുഷ്യൻ. അങ്ങനെ ഒരു രചയിതാവാണ്, ഒരു സാഹിത്യകാരനാണ് ഇബ്നു മഖഫ് എന്ന് അദ്ദേഹത്തെ പറ്റി പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പാഠഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാബുൽ ഖിർദി വൽ ഗൈലം സഅമു, അത് കലീലാവതിനോടൊരു ഭാഗം അങ്ങനെയാണ് വരിക. അവർ പറഞ്ഞു, അവർ വാദിച്ചു. അവരുടെ റിപ്പോർട്ട് എങ്ങനെയാണ്? അന്നഹു കാന അസദുൻ ഫി ജുമത്തിൻ വകാന മഅഹു ഇബ്നു ആബ യഅകുലു മിൻ ഫദ്ലാത്തി തുആമി ഫഅസ്വാബ അൽ അസദ ജറബൻ വളഉഫൻ ഷദീദ് ഫലം യസ്തതി സയ്യിദ ഫഖാല ലഹു ഇബ്നു ആബ. ചില ജീവികളുടെ പേരുകളൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ കുറുക്കൻ അല്ലെങ്കിൽ ചെന്നായ എന്നൊക്കെ പറയുമ്പോൾ നേരെ ചൊവ്വേതിന് അറബി പറയാം. അതിൻ്റെ പ്രയോഗ രീതിയിൽ അർത്ഥം മറ്റൊരു പ്രത്യേകമായ വിശേഷങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു വാക്പ്രയോഗങ്ങളാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് ചില അധിക ജീവികളുടെ പേരുകളിലൊക്കെ. അങ്ങനെ ജീവികൾ പരസ്പരം തത്വങ്ങൾ സംസാരിക്കുന്നത്, ആ രീതിയിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു വിവരണ ശൈലി, അത് തന്നെ പല വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ പല കഥകളും വിവരിക്കുന്ന ഒരു ശൈലി എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഇടയിലൊക്കെ ആയിട്ട്. മിനൽ ജർദി വസ്സിന്നൂർ. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും വാക്കർത്ഥങ്ങളും അവിടെ കൊടുത്തുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ 3ഓളം ഉദാഹരണങ്ങൾ, നെസ്സിൻ്റെ ഉദാഹരണങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അലുൽജൂം സറത്താൻ എന്നൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽജൂം എന്ന് പറയുമ്പോൾ തവള എന്നൊക്കെ പറയാമല്ലേ, സർത്താൻ എന്ന് പറഞ്ഞാൽ മുതല. അങ്ങനെ പിന്നെ അതിൽ ചോദ്യോത്തരവേളയിലുണ്ട്, അതിൽ ഒരു ഭാഗം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തിട്ട് ലഖീസ് അതിന് ഷോർട്ട് പറയാനാണ്, പിന്നൊന്ന് അറക്കത്തിടാനാണ്, പിന്നെ മൂന്നാമത്തെ അർത്ഥങ്ങൾ പറയാനാണ്, നാലാമത്തെ വാക്കുകൾ വെച്ച് ജുംല ഉണ്ടാക്കാനാണ്. ഏതായാലും ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. അടുത്ത പാഠഭാഗങ്ങളിൽ ഇത് അവസാനത്തെ പാഠാണ് മനസ്സിലാക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും കൂടുതൽ നന്നായിട്ട് വായിച്ചും പഠിച്ചൊക്കെ ഇതിൽ കൂടുതൽ അവഗാഹവും ഒരു ജ്ഞാനവും നേടാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.